കണക്കപ്പടി തെറ്റാണല്ലോ. അപ്പോൾ അതേപ്പറ്റിയൊക്കെ അവരോട് കണക്ക് കൊടുത്തവരോട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ എന്നാ പറയുക. അല്ല, എന്നാലും സർക്കാരിൻ്റെതായി കൊടുത്ത കണക്ക് ലിസ്റ്റ് എടുത്താലും വല്ലതും പ്രശ്നമുണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിച്ച് കൊടുത്തോളൂ. അതൊന്നും വലിയ കാര്യമില്ല. ഓ പിന്നെ ലിസ്റ്റൊക്കെ പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു നാണക്കേടായിരിക്കുമല്ലോ ദേശീയ മാധ്യമങ്ങൾ കൂടെ. അത് വലിയ കാര്യമൊന്നും അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഗവൺമെൻറ് നുണ പറയുന്നു എന്നുള്ളത് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ നുണ പറയുന്നല്ലാതെ ആള് അവിടെ എത്രയായിരം ആളുകൾ പോയെന്നറിയാം. ഇഷ്ടംപോലെ പോയി. പിന്നെ ആളുകളുടെ പ്രായമൊക്കെ നോക്കാനുണ്ട്. എത്ര ഒന്നും അവിടെ ഇരിക്കുന്നവന്മാരുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. അത് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഞാൻ അവിടെ കൊടുത്ത ലിസ്റ്റ് തയ്യാറാക്കിയെങ്കിൽ അതിനകത്ത് എന്താ പ്രശ്നമെന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. സ്ത്രീകൾ പോയത് തന്നെയാണ്. അതിന് ദേശീയ മാധ്യമം എന്തെങ്കിലും പറയുന്ന കാര്യമുണ്ട്. ഇവിടെ കാര്യവും കഴിഞ്ഞ് കോഴിയും പോയി നേരവും പോയി കോഴിയും പോയി കഴിഞ്ഞ് ഇനി അതേപ്പറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊടുത്ത കണക്കിലാണ് തെറ്റിരിക്കുന്നത്. പോലീസ് കൊടുത്ത കണക്കാണ് തെറ്റിരിക്കുന്നത്. അതായിരിക്കും. പോലീസിനകത്ത് അങ്ങനെ ഉണ്ടല്ലോ. എന്താണെന്ന് നോക്കട്ടെ. ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും ഇപ്പം കാര്യം പഠിക്കാതെ പറയുന്നതൊന്നും ശരിയല്ല. ഞാനിവിടെ ആയിരുന്നു. മൂലമറ്റം പവർ ഹൗസിലെ ഇപ്പോൾ ഒരു എൻ്റെ പത്രത്തിൽ കണ്ടു. ചെറിയ പ്രശ്നമൊന്നും കാണുന്നു. യന്ത്രമല്ലേ ഉറപ്പോലെ ഇങ്ങനെ ഓടുക. ഓടുമ്പോൾ ചില ചില്ലറ പ്രശ്നങ്ങൾ വരും. അതെന്താണെന്നാ നോക്കാം. വേറെ പിന്നെ ചാർജ് വർധനവ് സംബന്ധിച്ചൊക്കെ റെഗുലേറ്ററി കമ്മീഷൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ് ചാർജ് വർധനവ് എന്തെങ്കിലും കൊണ്ടൊരു ഉണ്ടാവും. പക്ഷേ വലിയ ദ്രോഹമൊന്നും വരാൻ വഴിയൊന്നുമില്ല എന്നായിരിക്കും തോന്നുന്നു. അതെ, അങ്ങനെ ആയിരിക്കും പരമാവധി. അതായിരിക്കും. പിന്നെ ഇവിടെ PJ ജോസഫിൻ്റെ അതേപ്പറ്റി നിങ്ങൾ ചോദിച്ചില്ലല്ലോ. അതെ, PJ ജോസഫിനോട് ഞങ്ങൾക്ക് യാതൊരു വിദ്വേഷമൊന്നുമില്ല. അത് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിന് നിയമബോധവും കാര്യവും കുറവാണ്. അതാണ് പ്രശ്നം. വിജിലൻസ് ഓഫീസ് ഉദ്ഘാടനം 3 മന്ത്രിമാർ വരുമെന്നായിരുന്നു. മുഖ്യമന്ത്രി അടക്കം വരുമെന്നാണ് അറിയുന്നത്. അവസാനം പിന്നെ സുധാകരൻ മന്ത്രി ഒഴിവായതാണ്. വേറെന്തോ കാര്യമുള്ളത്. 2 മന്ത്രിമാരോ 3 മന്ത്രിമാരോ ആ വകുപ്പ് കെട്ടിടം പണിത വകുപ്പ് ആരാണോ അവരധ്യക്ഷമുള്ളത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം, അടുത്ത മന്ത്രി മുഖ്യപ്രഭാഷണം. ഇതാണ് സാധാരണ. MLAയും അതിൻ്റെ താഴെ മുഖ്യപ്രഭാഷണത്തിൽ വരും. ഇത് നിയമമാണ്. നിയമം എഴുതി വച്ചിരിക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ജോസഫിനെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാൻ ഒന്നുമില്ല. പുള്ളി തന്നെ ആണ് ഈ പണിയെല്ലാം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു അധ്യക്ഷനാക്കിയില്ലെങ്കിലും ഈ മണ്ഡലത്തിൽ ജയിക്കാൻ ജോസഫിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അയ്യോ, അതിവിടെ മണ്ഡലം ജയമൊക്കെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പല്ലേ. ഇനിയും കാലം എത്ര ഇരിക്കുകയാണ് കാത്ത്. ഇനി 2 വർഷവും 7 മാസവും ആയുള്ളൂ ഗവൺമെൻറ് വന്നിട്ട്. ഇനിയും കിടക്കുകയാണ് 2 വർഷവും പിന്നെ അതെ 5 മാസവും ഉണ്ട്. അത് കഴിഞ്ഞല്ലേ തെരഞ്ഞെടുപ്പ് വരുള്ളൂ. അന്നേരത്തെ രാഷ്ട്രീയ സാഹചര്യമൊന്നും ഇപ്പോൾ അറിയാൻ പറ്റുകയില്ല. ആരൊക്കെ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? മനുഷ്യൻ്റെ കാര്യമല്ലേ. പുള്ളിയാണേ സുഖമൊന്നുമില്ലാത്ത ആളാണ്. എങ്ങനെ? അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും കണക്ക് കൂട്ടി പറയുന്നു.